തൃശൂർ നാട്ടികയിൽ ഭരണം നഷ്ടമാകുന്നുണ്ട്. LDF-ന് സൂരജ് സജിയുണ്ട് വിവരങ്ങൾ നൽകാൻ. സൂരജ്, എന്താണ് നാട്ടികയിലെ സ്ഥിതി? നാട്ടികയിൽ LDF-ന് തീർത്തും ആശ്വാസകരമായ ഒരു സംഭവ വികാസങ്ങളല്ല ഉണ്ടായിരിക്കുന്നത്. ഈ നാട്ടികയിൽ ഏറെക്കാലമായി ഇടതുകോട്ട എന്നാണ് അറിയപ്പെടുന്നത്. ഈ നാട്ടികയിൽ 5 സീറ്റ് LDF-നും 5 സീറ്റ് UDF-നും, അതിൽ ഒരു സിറ്റിംഗ് സീറ്റ് LDF-ന് ഒരു വാർഡ് മെമ്പർ മരിച്ചതിനെ തുടർന്ന് നഷ്ടപ്പെടുകയായിരുന്നു. ആ സീറ്റിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ പക്ഷേ UDF-ന് കൃത്യമായ ഒരു അട്ടിമറി വിജയം നേടാനായി. UDF-ന്റെ മുൻ സ്ഥാനാർത്ഥി, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ P. വിനു ആയിരുന്നു ഇവിടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചത്. ഈ പ്രചരണ വേളയിൽ ഉൾപ്പെടെ സ്വാഭാവികമായും UDF ജയിച്ചു കഴിഞ്ഞാൽ UDF-ന് ഭരണം കിട്ടുമെന്നും വിനു പഞ്ചായത്ത് പ്രസിഡന്റ് ആകും എന്ന പ്രചാരണം ഉയർത്തിക്കൊണ്ടായിരുന്നു, ഒരു രാഷ്ട്രീയ തന്ത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു UDF-ന്റെ പ്രചാരണം. ആ പ്രചാരണം ഫലം കണ്ടിരിക്കുന്നു. UDF-ന്റെ സ്ഥാനാർത്ഥി 115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറുകയും ചെയ്തു. LDF-ന് ഇതോടുകൂടി 5 സീറ്റും UDF-ന്റെ സീറ്റ് നില 6 എന്ന നിലയിലേക്ക് ഉയരുകയും ചെയ്തു. അവിടെ BJP-ക്ക് 3 സീറ്റ് മാത്രമാണുള്ളത്. അങ്ങനെയെങ്കിൽ UDF-നെ സംബന്ധിച്ച് ഈ പഞ്ചായത്തിൽ ഭരണം കൈയാളാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. വരും ദിവസങ്ങളിൽ അതിനുള്ള ശ്രമം, അതായത് അവിശ്വാസമടക്കം കൊണ്ടുവരുന്ന UDF പരിഗണിക്കുകയും ചെയ്യും എന്നുള്ളതാണ് UDF ക്യാമ്പ് പറയുന്നത്. അതോടൊപ്പം തന്നെ 2 ഉപതെരഞ്ഞെടുപ്പുകൾ കൂടി ഇന്ന് നടന്നു. അത് കൊടുങ്ങല്ലൂർ നഗരസഭയിലായിരുന്നു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 34ാം ഡിവിഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ NDA-യുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. ആ NDA-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗീത അവിടെ ജയിക്കുകയും ചെയ്തു. ചൊവ്വന്നൂരിൽ UDF-ന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. അവിടെ ചൊവ്വന്നൂരിൽ കൃത്യമായ വിജയം ഉറപ്പിക്കാനും UDF-നും സാധിക്കുകയും ചെയ്തു. എന്തായാലും അട്ടിമറി ഉണ്ടായിരിക്കുന്ന നാട്ടികയിലാണ്. അവിടെ LDF-ന് നഷ്ടമുണ്ടായിരിക്കുന്നു. ഗോപി.